കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിലവിൽ വളരെയധികം സങ്കീർണമായൊരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു രക്ഷാദൗത്യം കടന്നു പോകുന്നത്. ആദ്യം നിലവിൽ ഈ ഒരു GPS ലൊക്കേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നെങ്കിലും അതിലൊരു ഫലമുണ്ടായില്ല. ഇനി നടക്കാൻ പോകുന്നത് പുഴയുടെ തീരം കേന്ദ്രീകരിച്ചാണ്. പുഴയിലേക്ക് ഈ ഒരു മണ്ണൊഴുക്കിൽ ചെന്ന ഈ ഒരു ലോറി പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ളൊരു കാര്യം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കുകയാണ്. ശ്രീജിത്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അതീവ സങ്കീർണമായൊരു ഘട്ടത്തിലേക്ക് ഈ ഒരു രക്ഷാദൗത്യം വഴിമാറുകയാണ്. പുഴ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ കരസേനയും നാവികസേനയും വളരെ ശക്തമായി തന്നെ ഇടപെടൽ നടത്തുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത്? എന്തായാലും GPS ലഭിച്ച പ്രദേശത്ത് നിലവിൽ പകുതിയിൽ കൂടുതലും 90% നിലവിൽ മണ്ണ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആ സ്ഥലത്ത് ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. വലിയ തോതിൽ തന്നെ പരിശോധന നടക്കുന്നു. പക്ഷേ ഇതൊരു ലോറിയാണ്. അതിൽ ടൺ കണക്കിന് അടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ചെറിയ ഭാഗം പോലും കണ്ടെത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ആ സ്ഥലത്ത് ലോറി കാണാനുള്ള സാധ്യത കുറവാണ്. അത് ഞാൻ മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഈ സൈനികർ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംശയം കൂടുതൽ വർദ്ധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ സമീപത്തൊരു കൂന രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലിൽ ഈ റോഡിന് സമീപത്തേനെ ആ നദിയോട് ചേർന്നൊരു കൂന, മണ്ണ് കൊണ്ടുള്ള ഒരു കൂനയായി രൂപപ്പെട്ടിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചും നിലവിൽ കൂടുതൽ ആ സ്ഥലത്തേക്ക് കൂടുതൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് സൈനികരുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ പുഴയിലും പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രതിസന്ധി വലിയൊരു പുഴയാണ്. ആ പുഴയിൽ അത്തരത്തിൽ ആ വാഹനം ഉണ്ടെങ്കിൽ തന്നെ ആ വാഹനത്തിന് മുകളിലോട്ട് വലിയ രീതിയിൽ മണ്ണ് വീഴാനുള്ള അത്രയും ആഴത്തിലുള്ള ഒരു പുഴയാണ്. ആ സംശയം ആൾക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഈ ലോറി പുഴയിലേക്ക് പോകുകയും അതിന്റെ പുറത്തേക്ക് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് വീഴുകയും ചെയ്യാനുള്ള സാധ്യതയും നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. ആദ്യം GPS കണ്ട സ്ഥലത്ത് വീണ്ടും അവർ ആ പരിശോധന ആ സ്ഥലത്ത് നിർത്തിയിട്ടില്ല. പക്ഷെ അവർ ആ സ്ഥലത്ത് തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ റോഡിനോട് സമീപം ഉള്ള ആ കൂനയെ കേന്ദ്രീകരിച്ചും തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ആ പുഴ കേന്ദ്രീകരിച്ചും പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ 3 മേഖലയിലേക്ക് ഇതിന്റെ പരിശോധന നിലവിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ 1 മണിക്കൂറിലധികമായുള്ള മഴയ്ക്ക് നിലവിലും ശമനമില്ല. ഈ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ തന്നെ ആ പ്രദേശങ്ങളിൽ ഈ ചെളിവെള്ളം നിറയുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ് ഈ ദൗത്യസംഘത്തിന് ഉണ്ടാക്കുന്നത്. വലിയ ചാലുകളായി രൂപപ്പെട്ട ചെളിവെള്ളം ഈ ദൗത്യസംഘ നിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധിയാണ് നിലവിലും ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം കുറച്ച് സമയം മുമ്പുണ്ടായിരുന്ന പല ലോറികളും അവിടെ നിന്നും മാറ്റി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ പ്രദേശം ഈ GPS ലഭിച്ച പ്രധാനപ്പെട്ട പ്രദേശത്ത് നിലവിൽ പകുതിയിൽ കൂടുതൽ തന്നെ മണ്ണ് മാറ്റിയ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ നിന്നും കൂടുതൽ വാഹനങ്ങൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ലോറികളെല്ലാം ഇപ്പോൾ തിരിച്ച് ആ പ്രദേശത്ത് നിന്നും മാറി മറ്റു സ്ഥലത്തേക്ക് പാർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഈ പരിശോധന ചിലപ്പോൾ ഇനി നാളത്തേക്കും കൂടെ കടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം സമീപത്തെ വലിയ ഈ GPS കണ്ട സ്ഥലത്തിന് സമാനമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു മൺകൂനയാണ് ഉള്ളത്. ആ മൺകൂന മാറ്റുവാനും വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. വലിയ തോതിൽ ഇത്തരത്തിൽ ഇന്ന് എന്താണോ ആ പ്രവർത്തനം ഉണ്ടായത് അതിന് സമാനമായ രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ആ പ്രദേശത്ത് നിന്നും ഇത്തരത്തിൽ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ 3 മേഖലയിലായി തിരിച്ച് ഈ പരിശോധന നിലവിലും തുടരുകയാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ അതീവ സങ്കീർണമായൊരു ഘട്ടം തന്നെയാണ് ഇത്തരത്തിൽ. എത്രത്തോളം സാധ്യത എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലും ഈ ഒരു പരിശോധന ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വിഭാഗം കേന്ദ്രീകരിച്ചുള്ളൊരു പരിശോധനയിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ചും പുഴയിലെ പരിശോധന
കൂടുതൽ സങ്കീർണമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും എത്രത്തോളം ഒരു സാധ്യതയാണ് ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ കൂടിയും നമുക്കറിയാം സൈന്യത്തിൻ്റെ ഭാഗത്തൊക്കെ നിലവിൽ ശക്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ കൃത്യമായ സാങ്കേതിക മികവുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അത്തരം സജ്ജീകരണങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനം ഇനിയും തുടർന്നേക്കാമെന്നുള്ളൊരു സാധ്യത കൂടി തന്നെയല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥ ആയാൽ പോലും സൈന്യത്തിൻ്റെ ഇടപെടലുകളെ നമ്മൾ അത്രത്തോളം ആ ഒരു പ്രതീക്ഷയോടെ തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയല്ലേ? എന്തായാലും അർജുനെ കണ്ടെത്തിയാലും ഈ ദൗത്യ സംഘത്തിന് ദൗത്യം പൂർണ്ണമാക്കാൻ കഴിയില്ല. മുൻപ് 2 പേർ കൂടി ഈ പ്രദേശത്ത് മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള ഊർജിതമായ തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതാണ് കർണാടക മന്ത്രി അല്പസമയം മുൻപ് സൂചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വിവേചനമില്ല. കാരണം കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായ വലിയ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഈ വലിയ സമ്മർദ്ദങ്ങളുടെയും ഫലമായി ഇപ്പോൾ അർജുന് വേണ്ടി മാത്രമാണ് ഈ സ്ഥലത്ത് ഒരു പരിശോധന നടത്തുന്നത് എന്ന ചിന്ത ഈ നാട്ടുകാർക്കുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നിലവിൽ റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ മറ്റുള്ള 2 പേരെ കണ്ടെത്താനുള്ള ദൗത്യവും എന്തായാലും ചിലപ്പോൾ സൈനികർ തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിലവിൽ പ്രവർത്തിക്കുന്ന ദൗത്യ സംഘം തന്നെ അതിനുവേണ്ടിയും തിരച്ചിൽ നടത്തേണ്ട ആവശ്യകതയുണ്ട്. എന്തായാലും തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ 3 മേഖല തിരിച്ചാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ആദ്യത്തെ മേഖല ഈ GPRS കണ്ടെത്തിയ മേഖല. അവിടെ നിലവിൽ 90% മണ്ണ് മാറ്റിയെങ്കിലും അവിടെ ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമീപത്തെ മൺകൂന, ഈ കുന്നിന് ഓപ്പോസിറ്റായി രൂപപ്പെട്ടിരിക്കുന്ന ആ കൂന, അതോടൊപ്പം തന്നെ ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന് വലിയ ആശങ്കയാണുള്ളത്. കാരണം അല്പസമയം മുമ്പുണ്ടായ മഴയിൽ വലിയ വെള്ളപ്പാച്ചിലാണ് ഈ ഗംഗാവാലിയിലൂടെ ഒഴുകുന്നത്. ഗംഗാവാലി അത് സാമാന്യം വലിയ തോതിൽ വലിയ പുഴയാണ്. ഒരു വലിയ പുഴ നദിയായതിനാൽ തന്നെയാണ് ആ പ്രദേശത്തേക്ക് ഇത്തരമൊരു ദൗത്യ സംഘത്തിന് അവിടെ മുങ്ങൽ വിദഗ്ധർക്ക് ഉൾപ്പെടെ ഇത്തരം രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഇപ്പോൾ നിലവിൽ നാം അവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം വലിയ മഴ ഉണ്ടായപ്പോൾ അവർ തിരിച്ചു കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത്രത്തോളം ഒരു കുത്തൊഴുക്കാണ് ഈ പ്രദേശത്തുണ്ടാകുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ നദിയായ പെരിയാറിനേക്കാൾ ഇരട്ടിയോളം നീളവും വീതിയുമുള്ള ഒരു നദിയാണ് ഈ പ്രദേശത്തുള്ളത്. അതിനാൽ തന്നെയാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിന് അത്രത്തോളം ബുദ്ധിമുട്ടുമുണ്ട്. കാരണം ആ വലിയ പ്രദേശം എങ്ങനെ കവർ ചെയ്യുക എന്നത് വലിയ ചോദ്യമാണ്. എന്തായാലും അവരുടേതായ ആധുനിക സംവിധാനങ്ങളും തിരച്ചിൽ മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ മുങ്ങിയും അതോടൊപ്പം തന്നെ ഈ ബോട്ടുകളിൽ പോയുമുള്ള തിരച്ചിൽ തുടരുകയാണ്. ശ്രീജിത എസ് അത് തന്നെയാണ്